നമസ്കാരം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്ന ഈ ഒരു സമയത്ത് സുഡാപ്പി ഭീകരന്മാർ ഇത് എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സകലമാന അടവുകളും പയറ്റി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ 1% പോലും അവർക്ക് ഈ മണ്ണിലൊന്ന് കാലുകുത്താൻ പറ്റാത്ത തരത്തിലേക്കുള്ള വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള രീതിയിൽ തന്നെ അവിടെ എത്തുന്ന ഭക്തന്മാരെ, സന്യാസികളെ, അഘോരികളെ പൂർണ്ണമായിട്ടും സ്വീകരിച്ച് അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണ് അവിടെ വേണ്ടത് അല്ലെങ്കിൽ അവിടെ നടപ്പിലാക്കേണ്ടത് ഇതിനായിട്ട് കൃത്യമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി മാസങ്ങൾക്ക് മുന്നേ തന്നെ 2023 തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ ആദ്യമേ തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സുഡാപ്പി ഭീകരന്മാർക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഈ സുഡാപ്പി ഭീകരന്മാർ ഏറ്റവും പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന കുറെ കലാപരിപാടിയുണ്ട്. ഇതിന് പ്രധാനമായിട്ട് നേതൃത്വം നൽകുന്ന ഇന്ത്യയിലെ ചില യൂട്യൂബർമാർ നേരിട്ട് കുംഭമേളയിൽ മൈക്കും കുന്തവും എല്ലാം എടുത്തുകൊണ്ട് അവിടെ വന്ന് അവിടുത്തെ സന്യാസിമാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് സനാതന ധർമ്മത്തെ പറ്റിയിട്ട് ആദ്യം ഹിന്ദു മതത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ കുംഭമേളയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചെല്ലാം കുറച്ച് വിവരങ്ങൾ അന്വേഷിച്ച് അതിന് മറുപടി സന്യാസിമാരിൽ നിന്ന് വാങ്ങിയതിനു ശേഷം പതുക്കെ കൃത്യമായിട്ട് ഹൈന്ദവ ധർമ്മത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും വലിയ രീതിയിൽ തന്നെ നെഗറ്റീവുകൾ പൊതുസമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കാനും ഈ പറയുന്ന കുംഭമേള ഒരു പ്രാകൃതമായിട്ടുള്ള സംവിധാനമാണെന്നും ഇത് ഒരിക്കലും അംഗീകരിക്കേണ്ട ഒരു കാര്യമില്ലാന്നും നഗ്നരായിട്ട് നടക്കുന്ന വ്യക്തികളുടെ ഈ ഒരു കൂത്താട്ടമാണ് ഇവിടെയുള്ളത് എന്നുള്ള രീതിയിലേക്ക് ഈ ചില യൂട്യൂബർമാർ നടത്തുന്ന പ്രവർത്തികൾ അത് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. ഒരു സന്യാസി അദ്ദേഹത്തെ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയെ കൃത്യമായിട്ട് അടിച്ചു ഓടിക്കുന്ന ഒരു സംഭവം കൂടി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രാജ്യത്ത് വലിയ രീതിയിൽ പ്രചരണം കിട്ടിയ ഒരു സംഭവമായിരുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശിലെ പോലീസ് ഇവരെ കൈകാര്യം ചെയ്യുന്ന രീതിയും അതോടൊപ്പം തന്നെ യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവനയും ഇന്നിപ്പോ ഏറ്റവും വലിയ രീതിയിൽ ശ്രദ്ധേയമായിരിക്കുകയാണ്. യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് കുംഭമേളയെ അധിക്ഷേപിക്കാനും ആക്ഷേപിച്ചുകൊണ്ട് നിലവിൽ നിരവധി കള്ളപ്രചരണങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ വീടുകളിലേക്ക് ബുൾഡോസർ വരും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം ഇപ്പോൾ തീരുമാനമാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. കൂട്ടത്തിൽ മറ്റൊരു കാര്യം, ഇതുപോലെയുള്ള വ്യാജ പ്രചരണം നടത്തുന്ന ആളുകളെ കൃത്യമായിട്ട് UP പോലീസ് പൊക്കിയെടുത്ത് കൊണ്ടുപോയി ഇടിച്ചു പിഴിയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൂടി നല്ല രീതിയിൽ അവിടെ നടന്നു പോരുകയാണ്. ഒരു തർക്കവുമില്ല. നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് കുംഭമേള നടക്കുന്ന സ്ഥലം പോലും വഖഫ് ബോർഡിന്റെ ആണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രസ്താവന നടത്തിയ സുഡാപ്പിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതുപോലെയുള്ള ആളുകൾ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. യോഗി ആദിത്യനാഥിന്റെ പവർ എത്രത്തോളം അദ്ദേഹത്തെയും സനാതന ധർമ്മത്തെയും ഉത്തർപ്രദേശിൽ നടക്കുന്ന ഹൈന്ദവ ആചാര പദ്ധതികളെയും എതിർക്കുമ്പോൾ ഇത് എത്ര രീതിയിലാണ് അല്ലെങ്കിൽ 10 മടങ്ങ് വർദ്ധിച്ചു വരികയാണെന്നുള്ള തർക്കമില്ല. യോഗി ആദിത്യനാഥ് ഈ പറയുന്ന സുഡാപ്പിയോട് പറഞ്ഞത് അല്ലെങ്കിൽ കുംഭമേള നടക്കുന്ന സ്ഥലം അത് വഖഫിന്റെ ആണെന്ന് പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞത്, താങ്കൾ എത്രയും വേഗം അല്ലെങ്കിൽ നിസ്സാര ദിവസങ്ങൾക്കകം ഇത്രയും പറയുന്ന ദിവസങ്ങൾക്കകം കുംഭമേള നടക്കുന്ന സ്ഥലം വഖഫ് ബോർഡിൻ്റെതാണ് എന്നുള്ളതിന് തെളിവ് നൽകണം. ആ തെളിവ് നൽകാത്ത പക്ഷം ഇതിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്, വെറുതെ വിടുവായത്തരം ഇതുപോലെ പറയുന്ന വഖഫ് ബോർഡിന്റെ അടക്കം ഉത്തർപ്രദേശിലെ ആളുകൾക്ക് ഇന്ന് കിടക്കപ്പുറതിയില്ലാത്ത അവസ്ഥയിലേക്ക് അവരുടെ നാവിന്റെ ഫലമായിട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതും തർക്കമില്ല. ലോകത്തെ തന്നെ ഏറ്റവും ചരിത്രപരമായിട്ട് ഇതുപോലെ നടക്കുന്ന അല്ലെങ്കിൽ ഒരേ നിശ്ചിത സമയത്തിനുള്ളിൽ ഏകദേശം 45 ദിവസത്തിനുള്ളിൽ 40 കോടി ജനങ്ങൾ പങ്കെടുക്കുമെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കുംഭമേളയാണ് ഇത്തവണ നടന്നിരിക്കുന്നത്. 12 വർഷം നടക്കുന്ന അല്ലെങ്കിൽ മഹാകുംഭമേള അല്ലെങ്കിൽ സാധാരണ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ആദ്യമായിട്ടുള്ള അനുഭവമാണ് ഇതുപോലെയുള്ള ഒരു കുംഭമേള. അത് 144 വർഷം കൂടുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ കുംഭമേള നടക്കുന്നു. പിന്നെ അർദ്ധ കുംഭമേള 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നു. പക്ഷെ ഈ 12 വർഷത്തിൽ നടക്കുന്ന കുംഭമേള 12 പ്രാവശ്യം കഴിഞ്ഞാൽ 12 തവണ കഴിഞ്ഞാൽ ഇത് 144 വർഷത്തിൽ നടക്കുന്ന ഒരു മഹാകുംഭമേളയായിട്ട് മാറുകയാണ്. ഇതിന് വലിയ പ്രാധാന്യമാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇനി അത് കാണാൻ സാധിക്കില്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്രത്തോളം ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യത്തോടു കൂടി നമ്മുടെ ഈ ഒരു യുഗത്തിൽ നടക്കുന്ന ഒരു വലിയ സംഭവമാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇത് കണ്ട് കുരുപൊട്ടി മരിക്കുക എന്നല്ലാതെ ഈ സുഡാപ്പികൾക്ക് വേറൊന്നും ഇവിടെ ചെയ്യാനില്ല.
ഭാരതത്തിന്റെ സംസ്കാരത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് എടുത്ത് വെക്കുന്ന തരത്തിലേക്കുള്ള ഒരു വമ്പൻ പരിപാടിയാണെന്നതിൽ തർക്കമില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ നടക്കുന്ന പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഏകദേശം 2023 തന്നെ ആദ്യം പറഞ്ഞതുപോലെ ഏകദേശം 7 കോടിക്ക് മുകളിൽ 7000 കോടിക്ക് മുകളിൽ ചിലവ് വരുമെന്നാണ് പറഞ്ഞത്. 7000 കോടി മുതൽ 10000 കോടി രൂപ വരെ ചിലവ് വരുമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ നിന്നുള്ള ലാഭം 2 ലക്ഷം കോടി മുതൽ 4 ലക്ഷം കോടി വരെ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ ആ സമയത്തില്ല, ഇതെല്ലാം തള്ളാണ്, വെറും കള്ള പ്രചരണമാണ്, ഇങ്ങനെയൊന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഇത് ഒരു യാഥാർത്ഥ്യമാകുന്ന അവസ്ഥയിലേക്കാണ്. ഏകദേശം ഇപ്പോ 13 കോടി ജനങ്ങൾ ഇപ്പോൾ തന്നെ ഈ പറയുന്ന പ്രയാഗ്രാജിൽ വന്ന് സ്നാനം ചെയ്തു പോയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾക്കറിയാം 40 കോടി പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് 45 ദിവസത്തിനുള്ളിൽ ഏകദേശം 55 മുതൽ 60 കോടി ആളുകൾ വരെ എത്തിച്ചേരാവുന്ന സാഹചര്യമാണ് എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയാം, ഒരു കാരണവശാലും സുഡാപ്പി ഭീകരന്മാർ ഇനി മുന്നോട്ട് വെക്കുന്ന ഏത് തരത്തിൽ അവിടെ അലങ്കോലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല. ഇത് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഉത്തർപ്രദേശ് ആണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പൊതുസമൂഹത്തിന് അദ്ദേഹത്തിന്റെ ഇടയിലുള്ള സ്വീകാര്യത എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു മനസ്സിലാക്കേണ്ടതാണ്. രാജ്യത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ ഒരു സംസാരത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലാണെങ്കിലും ഈ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നേരത്തെ നടത്തിയിട്ടുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കിയതടക്കം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ അടക്കം വലിയ രീതിയിലുള്ള ഒരു പിന്തുണയാണ് ഈ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളകൾ. കോടികളാണ് കേന്ദ്ര സർക്കാർ ഇതിനായിട്ട് അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ പൂർണ്ണമായിട്ടും നമ്മൾക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കൃതിയെയും സംസ്കാരത്തെയും നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി യോഗി ആദിത്യനാഥിനോടും വലിയ രീതിയിൽ ശത്രുതയുള്ള, യോഗിയുടെ തല വരെ വെട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ പോലും നമ്മുടെ ഈ രാജ്യത്ത് ഇന്നിപ്പോ ജയിലിൽ കിടക്കുന്ന അവസ്ഥയാണ്. ദില്ലിയിലെ നോയിഡയിൽ വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക, ഇത് പൂർണ്ണമായിട്ട് ഓരോ ദിവസവും സനാതന ധർമ്മത്തിന്റെ ശക്തി വർദ്ധിച്ചു വരുന്ന രീതിയിലേക്കുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ പ്രയാഗ്രാജിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ കുരുപൊട്ടി ഒലിക്കുന്ന സുഡാപ്പി ഭീകരന്മാരെ സംബന്ധിച്ച് ഇത് കുരുങ്ങനെ നിരന്തരമായിട്ട് പൊട്ടിച്ച് കളിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗം ഇനി ഇല്ല എന്നുള്ള കൂടി മനസ്സിലാക്കുക. അത് ദില്ലി ഇലക്ഷനോട് കൂടി തന്നെ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഭാരതത്തിന്റെ സംസ്കാരത്തെ എത്രത്തോളം വലിയ രീതിയിൽ ഹൃദയത്തിലേക്ക് നടക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ജനതയെന്നും ഭീകരന്മാർക്കും രാജ്യദ്രോഹ ശക്തികൾക്കും നമ്മുടെ നാട്ടിൽ 1% പോലും സ്ഥാനമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രഖ്യാപനം തന്നെയാണ് ഈ മഹാകുംഭമേളയുടെ സുരക്ഷാ കവചത്തിൽ നിന്ന് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നത്. നമ്മുടെ യോഗീശ്വരന്മാരുടെ പരമ്പര, സന്യാസി പരമ്പരയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടി അവർ കൃത്യമായിട്ട് യോഗി ആദിത്യനാഥിനെ നേരിട്ട് കണ്ട് എന്തെല്ലാം സുരക്ഷാ സംവിധാനങ്ങൾ തങ്ങളുടെ സന്യാസി വര്യന്മാർ അല്ലെങ്കിൽ തങ്ങളുടെ അനുയായികൾ അവിടെ എത്തുന്ന സമയത്ത് ഉണ്ടാകണം എന്നുള്ളതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ പറഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ ധാരണയിലും എത്തിയതാണ്. അപ്പോൾ ഇനി ഒരു കാരണവശാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന 1% പോലുമുള്ള കാര്യങ്ങളോടെ നടക്കില്ല. പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന്റെയും ഉത്തർപ്രദേശ് സർക്കാരിന്റെയും മഠാധിപതികളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കുംഭമേള അവിടെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ തർക്കമില്ല. വലിയ വിജയത്തോടു കൂടി തന്നെ വരാനിരിക്കുന്ന ദിവസങ്ങൾ കൂടി കടന്നു പോകുന്നതിൽ തർക്കമില്ല.